ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുടുംബശ്രീക്ക് കീഴിൽ വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആണ്. കുടുംബശ്രീ ബ്രോയിലേഴ്സ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന് കീഴിൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. 1 വർഷത്തേക്കാണ് നിയമനം വരുന്നത്. താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിന് തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തതായി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ക്വാളിഫിക്കേഷൻസ് പറയാം. +2 ആണ് അടിസ്ഥാന യോഗ്യത പറയുന്നത്. കൂടാതെ സർട്ടിഫിക്കേഷൻ ഇൻ MS ഓഫീസും ചോദിച്ചിട്ടുണ്ട്. അതായത് MS ഓഫീസ് ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൺസോളിഡേറ്റഡ് പേ വരുന്നത് 15,000 രൂപയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. നമ്പർ ഓഫ് പോസ്റ്റ്, അതായത് നിലവിലെ വേക്കൻസി വന്നിട്ടുള്ളത് 1 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് റിട്ടൺ എക്സാമിനേഷന്റെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഡേറ്റും വെന്യൂവും എല്ലാം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ ID-യിലേക്ക് ഇവർ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തതായി ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് പറയാം. തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിന് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആദ്യം അത് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ റെസ്യൂം അഥവാ ബയോഡേറ്റയും കൂടാതെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ റിലവൻറ്റ് സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസും ഉൾപ്പെടുത്തി ഒരു എൻവലപ്പിനുള്ളിലാക്കി, എൻവലപ്പ് അഥവാ കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അസിസ്റ്റന്റ് എന്നുകൂടി എഴുതിയിരിക്കണം. അപേക്ഷ അയക്കേണ്ട മേൽവിലാസം ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ദ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, കുടുംബശ്രീ ബ്രോയിലേഴ്സ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ്, TC 94/3171, ബിഹൈൻഡ് ലളിത് ഫ്ലോറ, ഓപ്പോസിറ്റ് സെന്റ് ആൻസ് ചർച്ച്, പള്ളിമുക്ക്, പേട്ട, PO, തിരുവനന്തപുരം, പിൻകോഡ് 695024. നവംബർ 28 വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആപ്ലിക്കേഷൻ ഈ അഡ്രസ്സിൽ ലഭിച്ചിരിക്കണം. ആപ്ലിക്കേഷൻ ഫോം കൂടി കാണിച്ചു തരാം. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് നെയിം ഓഫ് ദ പോസ്റ്റ് അപ്ലൈഡ് ഫോർ, അവിടെ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് എഴുതുക. ദെൻ ഫുൾ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. ജെൻഡർ സെലക്ട് ചെയ്യുക. ദെൻ മെരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ ഡിവോഴ്സ്ഡ് ആണോ ഏതാണോ അതവിടെ എഴുതുക. ദെൻ ഫാദേഴ്സ് ഓർ ഹസ്ബൻഡ്സ് നെയിം എഴുതുക. മെയിലിംഗ് അഡ്രസ്, നിങ്ങളുടെ അഡ്രസ്സ് ബ്ലോക്ക് ലെറ്റേഴ്സിൽ അഥവാ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതുക. ദെൻ പിൻകോഡ് എഴുതുക. മൊബൈൽ നമ്പർ എഴുതുക. ഇമെയിൽ ID തെറ്റുകൂടാതെ എഴുതുക. ദെൻ നാഷണാലിറ്റി എഴുതുക. അടുത്തതായി ഓൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇൻക്ലൂഡിങ് ട്രെയിനിങ് കോഴ്സ്, അതായത് നിങ്ങളുടെ 10th ലെവൽ മുതലുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അവിടെ എഴുതുക. തൊട്ട് താഴെയായി ബ്രീഫ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കൂടി അവിടെ എഴുതുക. എനി അതർ റിലവൻറ്റ് ഇൻഫർമേഷൻ, മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി എഴുതുക. അടുത്തതായി ഡീറ്റെയിൽസ് ഓഫ് എൻക്ലോഷർ ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം, റെസ്യൂം, പിന്നീട് വരുന്നത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് റിലവൻറ്റ് സർട്ടിഫിക്കറ്റ്സ്, അത് 3 അവിടെ എഴുതേണ്ടത്. ഏറ്റവും താഴെയായി സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്സ്, ദെൻ ഡേറ്റും കൂടി എഴുതുക. സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതണം, സൈൻ ചെയ്യുക, ഡേറ്റ് എഴുതുക. ഈ റിലവൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫിൻ്റെ കോപ്പി കൂടി സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് വെച്ചേക്കുക. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ തപാൽ മുഖേന അപ്ലൈ ചെയ്യണമല്ലോ എന്ന് ഓർത്ത് മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ദെൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.